പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2025 അവസാനിക്കുകയാണ്. 2026 പ്രവേശിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2025 സ്വീകരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ഇനി 2026 എത്ര പേര് ഉണ്ടാകും? അതിലേക്ക് പ്രവേശിക്കാനും അല്ലെങ്കിൽ 2026 സഞ്ചരിക്കാനും ഒക്കെ ഇനി എത്ര പേരുണ്ടാകും? ഇതും നമുക്കറിയില്ല. ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്, വലിയ പാഠം. നമ്മളിൽ നിന്നിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ അങ്ങനെ അത് ദിവസങ്ങളായി മാസങ്ങളായി ഇത്ര വേഗമാണ്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. നമ്മൾ ഇന്നേ ആണ് 2025 നമ്മൾ പ്രവേശിച്ചത്. എന്നാൽ അത് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന വേളയിലാണ് നമ്മൾ. അത്രയും വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ എത്രയും വേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എത്ര പേർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി തിരിച്ചു പോകേണ്ടി വരും ഈ 2026? അതെൻ്റെ മരണവർഷമാകും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് എന്നതാണ്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണത്. എങ്കിലും എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒരു മണിക്കൂർ കഴിയുമ്പം അതെൻ്റെ ആയുസ്സിലെ ഒരു മണിക്കൂറാണ് കഴിഞ്ഞു പോയത്, അത് എനിക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്ന ചിന്തയോടുകൂടി വളരെയധികം ആലോചനയോടുകൂടിയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. വിശ്വാസി പ്രത്യേകിച്ച് ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിൽ തളച്ചിടാൻ പാടില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് അതിലെനിക്ക് എത്രമാത്രം മുന്നേറാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. അതല്ലാതെ അവൻ്റെ ചിന്ത ഇന്നലകളിൽ തളച്ചിട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആവലാതിയും വേവലാതിയുമായി കഴിഞ്ഞു പോകുന്നതിന് പകരം വരുന്ന മണിക്കൂറുകൾ അതെൻ്റേതാണ്, വരുന്ന ദിവസങ്ങൾ അതെൻ്റേതാണ്, അതെനിക്ക് എന്തുമാത്രം പോസിറ്റീവായി എനിക്കത് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹിയായിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞുപോയ ഇന്നലകൾ അതൊരു പക്ഷേ ദുഃഖത്തിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ ഏറെ സന്തോഷത്തിൻ്റെതായിരിക്കാം, അതെന്തുമാവട്ടെ.
അതിനെ ഓർത്ത് മനുഷ്യൻ ദുഃഖിക്കേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മൾ തല പുകഞ്ഞാലോചിക്കരുത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അതിശിച്ച് അത് പിന്നെ സന്തോഷത്തിൻ്റെതാകാം, അല്ലെങ്കിൽ ദുഃഖമയമായ ഒരന്തരീക്ഷമായിരിക്കാം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അടുത്ത നിമിഷം അതെൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, എൻ്റെ ജീവിതം അടുത്ത നിമിഷം നിലക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയോടുകൂടി സമയത്തിൻ്റെ സന്തതികളാകണം എന്ന ഒരു വലിയ സന്ദേശം ഇമാം ഗസാലി റഹിമഹുല്ല അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മൾ നമ്മുടെ വീടുകളിലും അതുപോലെ ഓഫീസുകളിലും നമ്മുടെ ലാപ്പുകളിലൊക്കെ നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കലണ്ടറുകൾ മറിച്ചിടാൻ, പുതിയ കലണ്ടറുകൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുള്ള ആ ദിവസങ്ങളിൽ നമുക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് എന്തുമാത്രം നമ്മൾക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിച്ച് നമ്മൾ വരാനിരിക്കുന്ന കാലത്തിലേക്ക് അത് കൂട്ടിവെക്കാനും ചേർത്ത് വെക്കാനും. ഇപ്പൊ ഭൗതികമായി നമ്മൾ പലതും നേടാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഭൗതികമായ നമ്മുടെ സൗകര്യങ്ങൾ ഒരുപക്ഷെ നമ്മളേറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടാകാം. അതേപോലെ തന്നെ നമ്മുടെ യാത്രാ സൗകര്യങ്ങളും അതേപോലെ നമ്മുടെ വാർത്താവിനിമയ രംഗങ്ങളൊക്കെ ഏറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടാകാം. അതിനേക്കാളപ്പുറം നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ ഒരു പടി മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ നമ്മൾക്ക് സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് പണ്ടൊന്നുമില്ലാത്ത വിധം കുറ്റകൃത്യങ്ങൾ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നതായി, അതായത് ലൈവായി ഈ വർത്തമാന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലൈവായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ കർമ്മ ഫലങ്ങളിലൂടെ മുന്നേറാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും പോസിറ്റീവ് എനർജിയോടുകൂടി ചിന്തിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ മുമ്പൊന്നുമില്ലാത്ത വിധം കുറ്റകൃത്യങ്ങൾ, അതേപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ ഏറെ അതിങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി നമ്മൾ കാണുകയാണ്. പുതിയ പുതിയ കുട്ടികൾ, ജനറേഷൻ അതിലേക്ക് ഇങ്ങനെ വല്ലാതെ കൂപ്പുകുത്തുന്ന അല്ലെങ്കിൽ വല്ലാതെ ലയിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എന്ന് വേണ്ട ആർക്കും രക്ഷയില്ലാത്ത വിധം ഒരു അസമാധാനത്തിന്റെ അന്തരീക്ഷം ഇങ്ങനെ വലിയ പുകപടലം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ പൗരത്വ വിഷയവുമായി നീറിപ്പുകഞ്ഞു നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ, സങ്കീർണമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു, പുതിയ വർഷങ്ങൾ അതിങ്ങനെ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ലൈവായി ഇവിടെ ജീവിക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ അതൊക്കെ ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന ഒരു തികഞ്ഞ ബോധ്യം നമ്മൾക്കുണ്ടാകണം. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും, നമ്മൾ മരണത്തോടിങ്ങനെ അടുത്തു വരും. ഏത് സമയവും നമ്മൾ ആ വിളി കേൾക്കാൻ തയ്യാറെടുത്ത് നിൽക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും നമ്മുടെ പ്രവർത്തന മേഖലകൾ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതകളാണ്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകളാണ്. അത് നിർവഹിക്കുന്നിടത്ത് നമ്മൾ എന്തുമാത്രം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു ശരിയാണ്, പക്ഷേ എനിക്കതിൽ വല്ല പുരോഗതിയുമുണ്ടോ?
ഞാൻ എന്നെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, ചരാചരങ്ങളെ പടച്ച റബ്ബുമായി ഞാൻ ഇടപെടുന്നുണ്ടോ? എൻ്റെ സ്വകാര്യ സന്ദർഭങ്ങൾ ഞാൻ എൻ്റെ രക്ഷിതാവുമായി ഞാൻ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പങ്കിടുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണിത്. അതേപോലെ തന്നെ എനിക്കെൻ്റെ എൻ്റെ സ്വന്തത്തോട് നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തോട് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും, ഈ വിഷയത്തിലൊക്കെ ഞാൻ എന്താണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? ആ നിർവഹിക്കുന്ന വിഷയത്തിൽ എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ടോ? ആ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം, അവന്റെ മനസ്സ് ഏതൊന്നാണോ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ചാണോ അവൻ ചിന്തിക്കുന്നത്, അത് വളരെ കൃത്യമായി നാം അറിയുകയും ചെയ്യുന്നുണ്ട്. പോരാ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നാം, അതായത് അള്ളാഹു, അവന്റെ കണ്ഠനാടിയേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാഡികളുണ്ട്. ഓരോ നാഡിക്കും പറയുന്ന പേരാണ് കണ്ഠനാടി എന്ന് പറയുന്നത്. ആ കണ്ഠനാടിയേക്കാൾ മനുഷ്യന്റെ ആ നാഡിയുമായി അല്ലാഹു അതുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ്. അപ്പം നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. നാം ചെയ്യുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ, ഏതേത് വിഷയങ്ങളുണ്ടോ, അതൊക്കെ അതിസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ്. ആ റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും അത് നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. നമ്മൾ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, നമ്മൾ എന്തൊക്കെ സമ്പാദിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഇന്നിങ്ങനെ കഴിഞ്ഞു പോകുന്നു, നാളെ എന്താണ്, നാളത്തെ സ്ഥിതി എന്താണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താണ് എന്ന് ആർക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, അങ്ങാടിയിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, സ്വദേശത്ത് വെച്ചാണോ, വിദേശത്ത് വെച്ചാണോ എൻ്റെ മരണം, അതറിയില്ല, ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട്, റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് സമയവും നമ്മൾ ആലോചിച്ചും ചിന്തിച്ചുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല, മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല, അത് കൃത്യമായും നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അവിടെയാണ് മരണമുണ്ട് എന്ന് നമുക്കറിയാം. പോരാ, മരണശേഷം എൻ്റെ ദുനിയാവിലെ ജീവിതം എനിക്ക് നാളെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് കൂടി നമ്മൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടാകണം. അത് ഞാൻ എൻ്റെ മനസ്സിനെ, ഞാൻ എൻ്റെ നഫ്സിനെ അത് ഞാൻ ബോധ്യപ്പെടുത്തണം. അള്ളാഹു പറയുന്നു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ, തീർച്ചയായും നമ്മളൊക്കെ ഒരിടത്താവളമാണിവിടെ. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾക്കൊരിടത്താവളമായി നമ്മൾക്ക് അനുവദിച്ചു തന്നതാ. നമ്മളൊക്കെ യാത്രയിലാണ്. ആ നീണ്ട ഒരു യാത്രക്കിടയിൽ നമ്മൾ തൽക്കാലം ഒരിടത്താവളമായി നമ്മൾക്ക് അനുവദിച്ചതാണ് ഭൂമിയിലെ വാസം എന്ന് പറയുന്നത്. ഈ വാസത്തിന് ശേഷം കറക്റ്റ് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ ടൈം അവിടെ ഒരു സെക്കൻഡ് പോലും പിന്നെ അവിടെ അവശേഷിക്കുകയില്ല, പിന്തിക്കുകയില്ല. ആ സമയം എത്തിക്കഴിഞ്ഞാൽ കൃത്യമായും നമ്മൾ ഇവിടെ വെച്ച് തിരിച്ചു പോകണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്നക്കും ലമയ്യിതൂൻ, നിശ്ചയമായും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇന്നക്കും, അതോടുകൂടി തീർന്നുവെന്നാണോ? അല്ല, വീണ്ടും ബഅദ ദാലിക, മരണത്തിന് ശേഷം യൗമൽ ഖിയാമത്തി സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അവിടെയാണ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്. എല്ലാം രേഖയിലുണ്ടായിരിക്കും.
ഒന്നും വിട്ടുപോവുകയില്ല. നമ്മൾ ഈ 2025 വിട പറയുമ്പോ 2025 നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു സെക്കൻഡ് വരെയും നാം ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ അവിടെ നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് പ്രത്യേകിച്ച് ഉണർത്തി, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ, ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ, ഓരോ ആത്മാവും ആലോചിച്ചു കൊള്ളട്ടെ. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളെ എന്ന ഒരു സത്യമുണ്ടല്ലോ, നാളെ എന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഈ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു നാളെ എനിക്ക് വരാനുണ്ടല്ലോ. ആ നാളിലേക്ക് ഞാൻ എന്താണ് കരുതി വെച്ചത്? നമ്മൾ മംഗലമുണ്ടാകുമ്പോ, മംഗലം 2 വർഷം കഴിഞ്ഞ് മംഗലം വരുമ്പോഴേക്കും നമ്മൾ പലതും ആലോചിച്ചു വെക്കാറുണ്ട്. ഒരു വീട് നമ്മുടെ സ്വപ്നമാണ്, വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ആലോചിച്ചു വെക്കാറുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടേതെല്ലാമാണ്, അവർക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുക്കി വെക്കാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രംഗം, അവരുടെ മറ്റു കാര്യങ്ങൾ എല്ലാറ്റിനും നമ്മൾ തയ്യാറാക്കി വെക്കാറുണ്ട്. അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ബാധ്യതകളാണ്. എന്നാൽ നാളെ എനിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കാൻ എന്റെ കൈവശം എന്തുണ്ട് എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, ഓരോ ആത്മാവും ചിന്തിച്ചിരിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്ത് കോപ്പാണ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാ? യൗമ യബ്അസുഹുമുല്ലാഹു ജമീആ, എല്ലാ മനുഷ്യരെയും അല്ലാഹു നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഫയുനബ്ബിഉഹും ബിമാ അമിലു, തീർന്നില്ല. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾ, ഓരോരുത്തരും ചെയ്ത താൻ എത്ര കാലം ഇവിടെ ജീവിച്ചുവോ, തന്റെ ആയുസ് എത്ര കാലമായിരുന്നുവോ, ആ ആയുസ് കാലം വരെ ആ ആയുസ്സിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അവിടെ വിവരം അറിയിക്കുകയാണ്. അഹ്സാഹുല്ലാഹു വനസൂഹു, നിങ്ങൾ ഒരു പക്ഷേ, ഞാനും നിങ്ങളും ഒരു പക്ഷേ മറന്നു വന്നേക്കാം. എന്തൊക്കെയാ ഞാൻ ചെയ്തത് ഒരു പക്ഷേ മറന്നുപോയേക്കാം. എന്നാൽ അള്ളാഹു അത് മറന്നിട്ടില്ല. എല്ലാം വളരെ കൃത്യമായി നമ്മുടെ കൈകളിൽ രേഖകൾ തരികയാണ്. ആ രേഖകൾ സംസാരിക്കും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയായിരിക്കും. അള്ളാഹുവിനോട് ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല. എല്ലാം രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദപ്പെട്ട എഴുത്തുകാർ അത് കൃത്യമായി ഏത് ചെറുതും ഏത് വലുതുമായ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് വരുന്നതാണ്. ആ ഗ്രന്ഥം ഹാവു മുഖ്റഉ കിതാബിയ, ആ ഗ്രന്ഥം ഒന്ന് വായിച്ചടോ, നീ വായിച്ചു നോക്കടോ എന്ന് നമ്മളോട് പറയുമ്പോ നമ്മുടെ കൈകളിലേക്ക് അത് കിട്ടുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്തെ കുറിച്ചാണ് ഈ 2025 വിട പറയുമ്പോൾ അടുത്ത നിമിഷത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ആ 5 കാര്യങ്ങളെ കുറിച്ച് ഏത് സമയത്തും ചിന്തിക്കുകയും ആലോചിക്കുകയും മനനം ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞു. ഇഗ്തനിം ഖംസ, 5 കാര്യം, ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പേ 5 കാര്യത്തെ കുറിച്ച് നീ ശ്രദ്ധിക്കണം. ഒന്ന് ശബാബക ഖബ്ല ഹരിമക, നീ വാർദ്ധക്യം എന്നൊന്ന് നിനക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ, അത് ഉറപ്പാണല്ലോ. എന്നും 16കാരനാവില്ല. എന്നാൽ 16 സമയത്ത് നിന്റെ യുവത്വം എന്ന് പറയുന്ന നിനക്ക് കിട്ടിയ, നീ നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ നീ നെഗറ്റീവാക്കിയതോ, ഇനി അതല്ല, നീ ഏത് നിലക്കാണോ നീ അത് ഉപയോഗിച്ചത്, ആ ഒരു യുവത്വം നിനക്ക് കഴിഞ്ഞു പോയില്ലടോ, എങ്കിൽ നീ ആ യുവത്വത്തെ കുറിച്ച് നീ ചിന്തിക്കണം. നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് വസിഹദിക, നിനക്ക് ആരോഗ്യമുള്ള ഒരു സമയമുണ്ടായിരുന്നു, ആരോഗ്യത്തെ കുറിച്ച് നീ ചിന്തിക്കണം. കപില സക്കമിക്ക, രോഗം എന്ന് പറയുന്നത് ഏത് സമയത്തും എപ്പോഴും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള ഒരു സാഹചര്യമുണ്ട്. ആ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കണം. വഹിനാക്ക കപില പക്കരിക്ക, ഏത് സമയവും ഐശ്വര്യത്തിൽ കഴിഞ്ഞുകൂടാം എന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. എപ്പോ നമുക്ക് ഐശ്വര്യം കിട്ടിയിട്ടുണ്ടോ, നമ്മൾക്ക് അത്യാവശ്യം സൗകര്യം കിട്ടിയിട്ടുണ്ടോ, എങ്കിൽ ദാരിദ്ര്യം വരുന്നതിന് മുമ്പേ ഐശ്വര്യത്തെ കുറിച്ച്
കുറിച്ച്, നിനക്ക് കിട്ടിയ ഐശ്വര്യത്തെക്കുറിച്ച് നീ ആലോചിക്കണം. അതേപോലെ ആരോട് ചോദിച്ചാലും തിരക്കാണ്. എന്താ പരിപാടി? വമ്പിച്ച തിരക്കാണ്, തീരെ സമയമില്ല. എങ്കിൽ സമയമുണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിനക്കൊഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. എപ്പോ? കബല ശുഗലിക്ക, നീ തിരക്കാകുന്നതിന് മുമ്പ്. നമ്മൾ തിരക്കാകും, ഉറപ്പാ. തിരക്കിന് മുമ്പ് ഒഴിവുണ്ടല്ലോ, ആ ഒഴിവ് ഞാൻ ഏതെല്ലാം നിലക്ക് ഞാൻ ഉപയോഗപ്പെടുത്തി, ഞാനും നിങ്ങളും ചിന്തിക്കണം. വഹയാതുക ഖബല മൗതിക്, അഞ്ചാമത്തെ കാര്യം, നിനക്ക് അല്ലാഹു നൽകിയ നിന്റെ ജീവൻ, ആ ജീവിതം മരണത്തിന് മുമ്പ് നീ ഏതെല്ലാം നിലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിച്ചാൽ ഇഹലോകത്ത് അള്ളാഹുവിന്റെ നിയമത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു. അതിനപ്പുറം പരലോകത്ത് മോക്ഷം കിട്ടുന്നവരിൽ, രക്ഷ കിട്ടുന്നവരിൽ, അവിടെ സമാധാനം കിട്ടുന്നവരിൽ നമ്മൾ ഉൾപ്പെടും. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. റജബ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റജബ് കഴിഞ്ഞാൽ ഷാബാൻ കഴിഞ്ഞാൽ റമദാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുങ്ങാൻ സമയമായി. ഇതുവരെ സൂചിപ്പിച്ച കാര്യവും അത് തന്നെ. ധാരാളമായി നമ്മുടെ കർമ്മങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ, കൃത്യമായ ഒരു അജണ്ട നിശ്ചയിക്കാനുള്ള സമയമാണ് എന്നർത്ഥം. 12 മാസങ്ങളിൽ 4 മാസം അർബഅത്തുൽ ഹുറും, 4 മാസം പവിത്രമായ മാസങ്ങളാണ്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ. അതിൽപ്പെട്ട ഒരു മാസമാണ് ഈ റജബ് എന്ന് പറയുന്നത്. യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്ന്. ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മാസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, വലിയ പവിത്രത കൽപ്പിച്ചിരുന്നു. മുളർ ഗോത്രക്കാർ ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു മാസമായിരുന്നു. കാരണം യുദ്ധം ഹറാമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഗോത്രങ്ങൾക്കിടയിൽ എപ്പോഴും ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ അതിൻ്റെ പേരിൽ വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ റജബ് മുളർ എന്നാണ് പറയാറുണ്ടായിരുന്നത്. ഇത് മുളറിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ അവർക്കേറെ സന്തോഷമായിരുന്നു. യുദ്ധമൊക്കെ എല്ലാം നിലക്കുമല്ലോ, യുദ്ധം ഹറാമാക്കപ്പെട്ട ഒരു മാസമാണല്ലോ എന്ന നിലയിൽ അവരൊക്കെ വളരെ പവിത്രമായി കരുതിയിരുന്ന ഒരു മാസം തന്നെയായിരുന്നു ഈ റജബ് എന്ന് പറയുന്നത്. എന്നാൽ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അനാചാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതുമായ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഈ കാലയളവിൽ ഈ സമയത്ത് ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങളും. ഇപ്പോൾ റജബ് മാസം ആദ്യം കാണുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് വരെ ഹദീസുകളിലുണ്ട്. റജബ് മാസം അങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് ആൾക്കാർ, എന്നാൽ പിന്നെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ, റജബ് മാസം കണ്ടാൽ സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ചില ഹദീസുകൾ ഒക്കെ വലുതാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ അങ്ങനെ അതിൽ തളച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ വലിയ എന്താ പറയുക വിധേയത്തായ സംഗതികൾ മാത്രമല്ല. യഖൂൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വകുല്ലു ഹദീസിൻ ഫീഹി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരം ഹദീസുകളൊക്കെ എന്ന് പറഞ്ഞാൽ, ഒന്ന് റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പ്, റജബ് മാസം എന്നല്ല എല്ലാ അറബി മാസങ്ങളിലും, അതുപോലെ തന്നെ എല്ലാ തിങ്കൾ, എല്ലാ വ്യാഴം, എല്ലാ അറബി മാസത്തിലെ 3 ദിവസം ഒക്കെ നോമ്പ്, സുന്നത്തായ നോമ്പുണ്ട്. അതൊന്നും അല്ലാത്ത വേറെയും ചില നോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള നോമ്പ്, അതേപോലെ തന്നെ വസലാത്ത്,
ചില പ്രത്യേക നിസ്കാരമുണ്ട് എന്ന് ഒക്കെ പ്രചരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ സലാത്തു തർഗീബ് എന്ന് പറഞ്ഞിട്ട് ചില നമസ്കാരങ്ങളുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം. ബിദ്അത്തുകൾ, യഥാർത്ഥ സുന്നത്തുകൾ ചെയ്യുന്നതിന് പകരം ബിദ്അത്തുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതൊക്കെയും ഫഹുവ കദിബുൻ മുഫ്തരിൻ, കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ള ഹദീസുകളാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അമ്മാ സൗമു റജബ് മഖ്സൂസത്തുൻ, ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ നടക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട വല്ല നോമ്പോ വല്ല നമസ്കാരമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത്തരം ഹദീസുകൾ കുല്ലുഹ ലഈഫുൻ, എല്ലാം ബലഹീനമാണ്, ലഈഫായ ഹദീസാണ്. മാത്രമല്ല ബൽ മൗദൂഅ, അതൊക്കെയും കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന. ഏതുവരെ എന്നറിയങ്ങൾ നമ്മൾ സാധാരണ വലിയ പല വാഴുകളിലും പല സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ റജബ് മാസത്തിലാണ് കൂടുതലും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ, പടച്ചോനെ റജബിൽ അനുഗ്രഹം നൽകണേ, ശഅബാനിൽ നിഅമത്ത് നൽകണേ, വ ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് അങ്ങ് എത്തിക്കണേ എന്ന് പറയുന്ന ഹദീസ് പോലും ലഈഫായ ഹദീസാണ്. അതുവരെ നമ്മൾ നമ്മൾക്ക് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചെന്ന ഒരു കൃത്യമായ ഒരു ചാർട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിച്ചാൽ, സുന്നത്ത് കൈവിടാതെ ജീവിച്ചാൽ നമുക്ക് നാളെ രക്ഷ കിട്ടും. സ്വഹീഹായ സംഗതികൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുക. അപ്പോൾ റജബിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ രാത്രിയിൽ ആ രാത്രിയിൽ പ്രത്യേക ദുആ നടത്തിയാൽ അള്ളാഹ് സ്വീകരിക്കും. അത് സ്വഹീഹല്ല. മേറാജ് നോമ്പ് എന്ന് പറയുന്ന നോമ്പ് അത് സ്വഹീഹല്ല. പ്രത്യേകമായ നമസ്കാരം, സലാത്ത് തർഗീബ്, ഇതൊന്നും ഹദീസുകളിൽ കൊണ്ട് സ്ഥിരപ്പെട്ടതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണം എന്ന് പറഞ്ഞതോ അല്ല. നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 30-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ, ഖൈറായി നമ്മൾ എന്തൊരു അമൽ ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹു പഠിപ്പിച്ചതാകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം വേണം. ആ അടിസ്ഥാനത്തിൽ ലൈവായി നമ്മൾ എന്തൊക്കെ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ പരലോകത്ത് കാണും. വമാ അമിലത്ത് മിൻ സൂയിൻ, അതേപോലെ തന്നെ മോശമായ എന്ത് സംഗതി നമ്മൾ ചെയ്തിട്ടുണ്ടോ, എന്ത് വിദ്യാർത്ഥികളൊക്കെ ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം ശിർക്ക്പരമായ അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതും തികച്ചും അവിടെ കാണും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ബുക്ക് കളം കാലിയാകുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ലൗ അന്ന ബൈനഹ വ ബൈനഹു, അവൻ ചിന്തിക്കുകയാണ് അവൻ്റെയും ഈ ഒരു ദിവസത്തിൻ്റെയും ഇടയിൽ വലിയ വൈദൂരം, അമദം ബഈദാന, വലിയ ഒരു നീണ്ട കാലയളവ് ഉണ്ടായിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായിരുന്നു. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അള്ളാഹു വളരെ കൃത്യമായി ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നാം നിർവഹിക്കേണ്ടത്, അള്ളാഹുവിനോടുള്ള ബാധ്യത എന്തൊക്കെയാണ് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഖേദിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടും. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരായിത്തീരും. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്തും ജീവിതത്തിൽ കൃത്യമായി അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നിർമാർജനം ചെയ്തുകൊണ്ട് സുന്നത്തിനെ പകരം വെക്കുന്ന ഒരു കൃത്യമായ ഒരു ജീവിത രീതി സ്വീകരിക്കാൻ വിശ്വാസികൾ തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. അതെല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. പള്ളിയിൽ പോലും വളരെ പ്രയാസപ്പെട്ട് വന്നവരുണ്ട്. അതേപോലെ തന്നെ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ അങ്ങേയറ്റം പ്രയാസമനുഭവിച്ച് വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി പോകേണ്ടവരാണ് നമ്മളും. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപോയി, മരണത്തിന് കീഴടങ്ങി. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, വേണ്ടപ്പെട്ടവർ, പണ്ഡിതന്മാർ പലരും നമ്മോട് വിട പറഞ്ഞു പോയി.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا دعاءنا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.